നമ്മുടെയൊക്കെ ജീവിതത്തിൽ മർത്തയുടെ ഭാഗവും മറിയത്തിൻ്റെ ഭാഗവും ഉണ്ടാകണം. ഒരിക്കലും മർത്ത മാത്രം മതി എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ മറിയം മാത്രം മതി എന്ന് പറയാനും പറ്റില്ല. ഞാൻ കുറേ പ്രാർത്ഥിക്കാം, ഇവിടെ ഇരുന്നേക്കാം, വേറെ ജോലിയൊന്നും ചെയ്യില്ല, അതുമാത്രം പോരാ. എന്നാൽ ഞാൻ കുറേ ജോലി ചെയ്തേക്കാം, ദൈവസന്നിധിയിലേക്ക് വരികയില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. രണ്ട് ഭാഗവും ഈക്വലായിട്ട് കൂടെ ഉണ്ടാകും. അതാണ് ഒരു ദൈവിക മനുഷ്യൻ, ഒരു നല്ലൊരു ശിഷ്യനായിട്ട് മാറണമെങ്കിൽ രണ്ട് ഭാഗവും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ മർത്തയെ തിരുത്തുന്നത്, മോളെ, നീ കുറേ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് നടക്കുക. ഇപ്പം നീ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. തിരക്ക് ഒരു കെണിയായിട്ട് വരാതിരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്കൊരു കെണിയായിട്ട് വരിക. എന്ത് പറയുമ്പോഴും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഒരു കെണിയാണ്. എന്നാൽ ഈ കെണി വീണ് പോകുന്ന കുറേയേറെ പേരുണ്ട്. ഇവിടെ നിന്ന് ഊർജം സ്വീകരിച്ചാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയാനുള്ള മനസ്സും കൂടി ഉണ്ടാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സെറ്റ് യുവർ പ്രയോറിറ്റി എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് അടുക്കളയിൽ പോയിട്ട് കുറേ പാചകം ചെയ്യുന്നു, ചെയ്തൊരു കാര്യമില്ല. അടുക്കളയിൽ ചെയ്യേണ്ട സമയത്ത് ഇവിടെ വന്നിരിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവർ കുറ്റം പറയുന്നു, അതും കാര്യമില്ല. നമ്മൾ ആ പ്രയോറിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം അതാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ആരെയും നോക്കാതിരിക്കുക. നിങ്ങളെ തന്നെ നോക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നമ്മൾ ഈ മറ്റുള്ളവരിലേക്ക് കണ്ണുദൃഷ്ടിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. മർത്ത ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. മർത്ത അപ്പോഴേക്കും മറിയത്തെ നോക്കി, അവൾ എന്നെ സഹായിക്കാൻ വേണ്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിറുപിറുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. നമ്മളെ തന്നെ നോക്കുക. ദൈവസന്നിധിയിൽ നമ്മൾ അവസാന വിധി ദിവസത്തിൽ വേറെ ആരും വിലയിരുത്താൻ ഉണ്ടാകില്ല. നിങ്ങളെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടി തരികയുള്ളൂ. മർത്തയുടെ ഭാഗവും മറിയത്തിൻ്റെ ഭാഗവും നമുക്ക് ഈക്വലായിട്ട് വേണം. ഞാൻ കുറേ നന്മ ചെയ്തേക്കാം, ഞാൻ പ്രാർത്ഥിക്കില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ കുറേ പ്രാർത്ഥിച്ചേക്കാം, നന്മ ചെയ്യാൻ പോകില്ല. ഇതൊക്കെ ഒരുമിച്ച് പോകുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുക. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.